ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ കാമകലാവിലാസത്തിലെ പ്രഥമ ശ്ലോകത്തിൻ്റെ വിവരണം, ശിവതത്വം അഥവാ ശ്രീ പരമേശ്വരൻ്റെ പ്രഭാവം വിവരിക്കുന്ന ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വിവരണം നമുക്ക് തുടരാം. പ്രപഞ്ചവും ജീവജാലങ്ങളുമായി അഥവാ ഈ ഒരു പ്രാപഞ്ചിക ദശയായി ശ്രീ പരമേശ്വരൻ രൂപം കൊള്ളുന്നത് 36 തത്വങ്ങളായിട്ടുള്ള വികസനത്തിൽ കൂടിയാണ് എന്ന് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഈ പദാർത്ഥ സൃഷ്ടി അഥവാ അർത്ഥപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോണത്. ശബ്ദപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കാം. അർത്ഥപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ശൈവ ശാക്ത തന്ത്രങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത് ശിവാദി ഭൂമി പര്യന്തം, അതായത് ശിവതത്വം മുതൽ ഭൂമിതത്വം വരെ 36 തത്വങ്ങളായിട്ടാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാം. തന്ത്രങ്ങളുടെ സിദ്ധാന്തപ്രകാരം പ്രപഞ്ചം പരിണാമമോ മിഥ്യാരൂപമോ അല്ല. എവല്യൂഷൻ എന്ന് പറയുന്ന പരിണാമമോ അഥവാ ഫാൾസ് അപ്പിയറൻസ് എന്ന് പറയുന്ന സത്യത്തിൻ്റെ അടിത്തറയില്ലാത്ത മിഥ്യാരൂപമോ അല്ല. അത് ശ്രീ പരമേശ്വരൻ്റെ തന്നെ സ്വരൂപ വികാസം ആണ്. അത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ ശ്രീ പരമേശ്വരൻ എന്ന പ്രയോഗം കൊണ്ട് ആരെയാണ് അല്ലെങ്കിൽ ഏതൊന്നിനെയാണ് ഉദ്ദേശിക്കുന്നത്? പ്രാപഞ്ചിക തലത്തിൽ ഈ ഒരു കോസ്മിക് ഡയമെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു വ്യാവഹാരിക തലത്തിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചതായ അറിവിലൂടെയും വാക്കുകളിലൂടെയും അനുത്തര ശിവത്തെ നിർവചിക്കാൻ ശ്രമിക്കുന്ന പ്രയോഗമാണ് ശിവം അഥവാ മഹേശ്വരൻ, പരമേശ്വരൻ, സർവേശ്വരൻ മുതലായ പദങ്ങൾ. അപ്പോൾ അനുത്തര ശിവം എന്ന് വെച്ചാൽ എന്താണ്? അനുത്തര ശിവം എന്ന ആശയത്തെക്കുറിച്ച് ചെറുതായിട്ട് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൻ്റെ ഒടുവിൽ പരാമർശിച്ചിരുന്നു. അത് കുറച്ചും കൂടി വിശദമായി മനസ്സിലാക്കാം. ഒരു ഉപനിഷത്ത് മന്ത്രം നമുക്കൊന്ന് നോക്കാം. 2 തരം വിദ്യകൾ അഥവാ ജ്ഞാനങ്ങൾ മാത്രമേയുള്ളൂ എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നു. അത് ഇങ്ങനെയാണ്: ദ്വേ വിദ്യേ വേദിതവ്യേ ഇതി ഹസ്മയത് ബ്രഹ്മവിദോ വദന്തി പരാ ചൈവ അപരാ ച. പരാ എന്നും അപരാ എന്നും 2 തരം വിദ്യകൾ മാത്രമാണ് അറിയാനുള്ളത്. തത്ര അപരാ ഋഗ്വേദോ യജുർവേദഃ സാമവേദോ അഥർവവേദഃ ശിക്ഷാ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. ഈ പ്രപഞ്ചത്തിലെ വേദങ്ങളടക്കമുള്ള സകല ശാസ്ത്രങ്ങളും ദർശനങ്ങളും അറിവുകളും അപരാവിദ്യയിൽ അഥവാ അപരവിദ്യയിൽ പെടുന്നു. അപ്പോൾ പരാവിദ്യ അഥവാ പരവിദ്യ എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രാപഞ്ചിക തലത്തിലുള്ള അറിവുകളിൽ ഒന്നും ഉൾപ്പെടുത്താൻ ആവാത്തത് അഥവാ ഈ ലോകത്തിലെ മനുഷ്യരായ നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ പെടാത്തത്, ഏതൊരു ശാസ്ത്രജ്ഞാനം കൊണ്ടും അറിയാൻ സാധിക്കാത്തത്, കൈവല്യപദം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പാരമാർത്ഥിക സത്യത്തെക്കുറിച്ചുള്ളതാണ് അത്. അഥ പരാ യയാ തദക്ഷരമധിഗമ്യതേ. ഏതൊന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിലേക്കൊരു തിരിച്ചുവരവ് ഇല്ലയോ, അതുതന്നെയാണ് പരവിദ്യ, പരാജ്ഞാനം. അതിനെ പരാജ്ഞാനമെന്നോ പരവസ്തുവെന്നോ പാരമാർത്ഥിക തലം എന്നോ മോക്ഷമെന്നോ എന്തു വേണമെങ്കിലും പറയാം. കാരണം അത് സത്യത്തിൽ എന്താണ് എന്ന് നമുക്ക് അറിയില്ല. അതൊരു തലമാണോ, സ്വരൂപമാണോ, അവസ്ഥയാണോ, അനുഭൂതിയാണോ, ഒന്നും നമുക്ക് അറിയില്ല. ഇന്ന രീതിയിലുള്ളതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അനിർവചനീയമാണ് അത്. യത്തദ്രേശ്യമഗ്രാഹ്യമഗോത്രവർണമചക്ഷുഃ ശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ എന്ന് ആ പരവസ്തുവിനെ കൂടുതലായി വിവരിക്കുന്നുണ്ട് ഈ ഉപനിഷത്തിൽ. ഇങ്ങനെ മുണ്ടകോപനിഷത്ത് മുതലായ ഉപനിഷത്തുകൾ ഏകദേശമായി നിർവചിച്ചിരിക്കുന്ന ഈ പരാതലം അഥവാ പരവസ്തു തന്നെയാണ് ശിവാദ്വൈതത്തിലെ അനുത്തര ശിവം. അനുത്തര ശിവത്തിന്റെ മറ്റൊരു ഭാവത്തെയാണ് ഇവിടെ ശ്രീ പരമേശ്വരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തെന്ന് ആലോചിച്ചറിയാനോ നിർവചിക്കാനോ സാധിക്കാത്ത ആ അനാഖ്യപദത്തിൻ്റെ
പേര് കൊടുക്കാൻ പറ്റാത്ത ആ മഹാശൂന്യ സ്ഥാനത്തിൻ്റെ മറ്റൊരു വീക്ഷണ നിലപാടിലൂടെയുള്ള ഭാവത്തെയാണ് ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്നത്. ഇത് നന്നായി ശ്രദ്ധിക്കണം. ചിന്തയ്ക്കും വാക്കിനും അതീതമായ പാരമാർത്ഥിക സത്യത്തെ വ്യാവഹാരിക ദശയുടെ കോണിൽ നിന്ന് നോക്കി ഈ ലോകത്തെ സംബന്ധിച്ചതായ ഭാഷകളുടെയും ജ്ഞാനത്തിൻ്റെയും സഹായത്തോടെ ആഗമങ്ങൾ നിർവചിച്ചിരിക്കുന്ന സൂചന അഥവാ പരാമർശമാണ് പരമേശ്വരൻ, സുപ്രീം ലോർഡ് എന്ന അർത്ഥം വരുന്ന പരമ ഈശ്വരൻ, സച്ചിദാനന്ദ സ്വരൂപനായ സർവേശ്വരൻ മുതലായ സംജ്ഞകൾ. സത്, ചിത്, ആനന്ദം എന്നീ സവിശേഷതകളൊക്കെ അറിവിൻ്റെ തലത്തിലുള്ളതാണല്ലോ. എന്നാൽ ഈ അറിവ്, ബോധം എന്ന പ്രയോഗങ്ങളെല്ലാം തന്നെ ഈ ഒരു ലൗകിക തലത്തിൽ, ഈ വ്യാവഹാരിക തലത്തിൽ മാത്രമാണ് ആവശ്യം വരുന്നത്, പ്രയോഗയോഗ്യമാകുന്നത്. സച്ചിത്, ആനന്ദം മുതലായ വിശേഷണങ്ങളുടെ സ്വീകാര്യത, അനുയോജ്യത, ഔചിത്യം അല്ലെങ്കിൽ സാങ്കത്യം എന്നിവയൊക്കെ ഈ പ്രാപഞ്ചിക അറിവിൻ്റെ പരിധിയിൽ വരുന്ന പ്രയോഗങ്ങളാണ് എന്ന് അർത്ഥം. ഇത് നന്നായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വാക്കുകളെ കൊണ്ടുള്ള സകല വിശേഷണങ്ങളും ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അപരവിദ്യയുടെ, അപരജ്ഞാനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അനുത്തര ശിവം എന്ന ആ പരംപൊരുളിനെ അനുത്തര ശിവമെന്നും പരംപൊരുൾ എന്നുമൊക്കെ നമ്മുടെ പ്രപഞ്ച സംബന്ധിയായ ജ്ഞാനത്തിൽ കൂടി, അപരജ്ഞാനത്തിൽ കൂടി നിർവചിക്കുമ്പോഴാണ് ശിവതത്വം ഉണ്ടാകുന്നത്. ശിവതത്വം എന്ന് പറയുന്ന 36 സൃഷ്ടിതത്വങ്ങളിലെ ആദ്യത്തെ തത്വം ആവിർഭവിക്കുന്നത് പുതിയതായി ഒരു ഭാവമായിട്ടോ രൂപമായിട്ടോ ഉണ്ടാകുന്നതല്ല. താൻ ഉണ്ടാവണം എന്ന കാമം, എന്ന ആഗ്രഹം, ഇതിന് ബുഭൂഷ എന്ന് പറയും. അങ്ങനെ ഉണ്ടാവണം എന്ന ആ ഇച്ഛ അനുത്തര ശിവത്തിന് തോന്നി എന്ന് ഈ വ്യാവഹാരിക സത്തയുടെ ഭാഗത്തിൽ നിന്നും ആഗമങ്ങൾ നിർവചിക്കുമ്പോഴാണ് ശിവതത്വം ആവുന്നത്. ശിവതത്വമായുള്ള ശ്രീ പരമേശ്വരൻ്റെ ആവിർഭാവം എന്ന് നമ്മൾ പറഞ്ഞാലും അത് കേവലം നമ്മുടെ അറിവിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ആവിർഭാവം, ഒരു മനസ്സിലാക്കൽ മാത്രമാണ്. അനുത്തരമായ ആ പരംപൊരുളിന് മനുഷ്യരായ നമുക്ക് തോന്നുന്നത് പോലെ ഒരു ആഗ്രഹം തോന്നിയോ? അതൊന്നും നമുക്കറിയില്ല. പാരമാർത്ഥിക തലത്തിലെ യാതൊന്നും ഈ ഒരു വ്യാവഹാരിക തലത്തിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി നിർവചിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. താത്വിക ദർശനങ്ങളും സിദ്ധാന്തങ്ങളും ജ്ഞാനപ്രബോധനങ്ങളുമൊക്കെ ഈ പ്രാപഞ്ചിക അറിവിൻ്റെ തലത്തിലുണ്ടായവയാണ്. ശാസ്ത്രങ്ങളുടെ ഊഹാപോഹങ്ങളിൽ കൂടിയുള്ള നിർണയിക്കൽ മാത്രമാണ്. ആ അറിവിനെയാണ് അപരവിദ്യ എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നത്. അത് ഓർമ്മയിൽ വെക്കേണ്ടതാണ്. സത്താനന്ദ ക്രിയാപത്യുഹു. സത് എന്ന ഭാവവും ആനന്ദവും ക്രിയയും പതി ആയ ശിവത്തെ സംബന്ധിച്ച് ശിവതത്വത്തിൻ്റെതാകുന്നു എന്ന് ഈശ്വര പ്രത്യഭിജ്ഞാകാരിക പറയുന്നു. കാശ്മീര ശൈവത്തിൻ്റെ വിഖ്യാത ആചാര്യനായ ശ്രീ അഭിനവഗുപ്താചാര്യർ ശിവാദ്വൈത സിദ്ധാന്തം വിവരിച്ച് രചിച്ച പല ഗ്രന്ഥങ്ങളിലൊന്നാണ് ഈശ്വര പ്രത്യഭിജ്ഞാകാരിക. ഇതിന് അദ്ദേഹം തന്നെ ഒരു വൃത്തിയും രചിച്ചു. വിശദീകരണ വ്യാഖ്യാനത്തിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. ആ വൃത്തിയുടെ പേരാണ് ഈശ്വര പ്രത്യഭിജ്ഞ വിമർശിനി. എന്താണ് ഈ സത് എന്ന ഭാവം എന്ന് അദ്ദേഹം ഈശ്വര പ്രത്യഭിജ്ഞ വിമർശിനിയിൽ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. സത്ത ഇതി പദം വ്യാചഷ്ടേ ഭവന ഇതി. സത്ത് അഥവാ സത്ത എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കുക, ഉണ്ടായിരിക്കുന്ന സ്ഥിതി എന്ന് അർത്ഥം. സഹ അസ്തി, അയാൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ക്രിയാപദം കൂടിയാണ്. എന്നാൽ നിൽക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു എന്നിങ്ങനെയുള്ള പ്രത്യേകം ഏതെങ്കിലും ഒരു ക്രിയ ചെയ്യാതെ തന്നെ ആണെങ്കിലും ഉണ്ടായിരിക്കുക എന്നതും ഒരു ക്രിയയാണ്. ഇവിടെ ശ്രീ പരമേശ്വരൻ പുതിയതായി ഉണ്ടായതല്ല. ആ അനുത്തര ശിവഭാവം നമ്മുടെ ദൃഷ്ടികോണിൽ കൂടി വീക്ഷിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് തോന്നുന്നു. അതാണ് സത്ത് അഥവാ സത്ത എന്ന് പറയുന്ന ശിവതത്വത്തിൻ്റെ പ്രഥമ ലക്ഷണം. ഉണ്ടായിരിക്കുന്നതായ ഈ അവസ്ഥയെ ആനന്ദഭാവമായിട്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്.
അതിരില്ലാത്ത സ്വാതന്ത്ര്യം തന്നെയാണ് ഈ ആനന്ദത്തിൻ്റെ കാരണവും. ഉണ്ടായിരിക്കുക എന്ന ക്രിയ ചെയ്യുന്ന കർത്താവായും ആ ശിവഭാവത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് സത്ത ആനന്ദ ക്രിയാപത്യുഹു എന്ന് ശ്രീ അഭിനവഗുപ്താചാര്യർ പറഞ്ഞിരിക്കുന്നത്. സത് ചിത്ത് ആനന്ദം എന്ന ബ്രഹ്മഭാവത്തെ ശാങ്കര അദ്വൈത വേദാന്തത്തിൽ പറയുന്നത് പോലെ തന്നെ ഈ മൂന്നും ശിവാദ്വൈതത്തിലും ശിവതത്വഭാവത്തിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, അനുത്തര ശിവത്തിലല്ല, പ്രഥമതത്വമായ ശിവതത്വത്തിൽ പറയുന്നുണ്ട്. ഉണ്ടായിരിക്കുക എന്ന ഭാവം ഒരു ക്രിയ ആണല്ലോ. അതുകൊണ്ട് ആ സത്ത ക്രിയാശക്തി എന്നും അറിയപ്പെടുന്നു. ഒരു ക്രിയയും അനുത്തര ശിവത്തിൽ ആരോപിക്കാനാവില്ല. പാരമാർത്ഥിക തലത്തിൽ ക്രിയയില്ല. ക്രിയയുടെ പ്രസക്തി ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, ഈ ലോകത്തെ സംബന്ധിച്ച അറിവിൻ്റെ കാഴ്ചപ്പാടിലും മാത്രമാണ് എന്നതും ഓർക്കണം. പര ഔന്മുഖ്യത്യാഗേന സ്വാത്മവിശ്രാന്തി രൂപത്വാത് ച സൈവ ആനന്ദഃ തദേവം ഭഗവതഃ ചിതാത്മതയൈവേയദ്രൂപത. പരാശ്രയമില്ലാത്തത് കൊണ്ട്, തന്നിൽ തന്നെ വിശ്രാന്തി അഥവാ ലയിച്ചിരിക്കുന്നത് കൊണ്ട് അത് ആനന്ദം എന്ന് അറിയപ്പെടുന്നു. ചിത് സ്വരൂപവുമാണ് ഈ ആനന്ദം. തദേവം ഭഗവതഃ ചിതാത്മതയൈവേയദ്രൂപത. ഇപ്രകാരം ശ്രീ പരമേശ്വരൻ അഭേദമായി സത്ത, ക്രിയ, ആനന്ദം എന്നീ മൂന്ന് സ്വഭാവങ്ങളെ ചിത് ഘനമായി, അതായത് ബോധത്തിൻ്റെ ഘനത്വമായി തന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്നതിനെയാണ് വിമർശം എന്ന് പറയുന്നത്. എന്നാൽ ഈ ആവിഷ്കരണം ശിവത്തില് ജഗത് സൃഷ്ടിക്കുള്ള ഇച്ഛയെ ഉദ്ഭവിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ശക്തിയായി ആവിർഭവിക്കുമ്പോഴാണ് ശക്തിതത്വമായി, രണ്ടാമത്തെ തത്വമായ ശക്തിതത്വമായി പ്രകടമാകുന്നത്. സൈവ പ്രകാശസ്യ വിമർശ അവ്യതിരേകാത് വിമർശാത്മക ചമത്കാര രൂപാ സതി ക്രിയാശക്തി രുച്യത്തെ. പ്രകാശം വിമർശത്തിൽ നിന്നും വേറല്ലാത്തതുകൊണ്ടും വിമർശമാകുന്ന ചമത്കാരത്തിൽ നിലകൊള്ളുന്നതായതുകൊണ്ടും ആ സത്ത തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിക്രിയയ്ക്ക് കാരണമാകുന്ന സ്വാതന്ത്ര്യ ശക്തിയായി അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ ആ സ്വാത്മപ്രകാശരൂപമായ അനുത്തര ശിവം തന്നെയാണ് അനുത്തര പരസംവിദ് ശക്തിയായും അഥവാ വിമർശരൂപ ശക്തിയായും വ്യാവഹാരിക സത്തയിൽ, ലൗകിക ദശയിൽ ഉള്ള നമ്മുടെ അറിവ് കൊണ്ട് നിർവചിക്കപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ തത്വാതീതമായ സദ്വസ്തുവായ അനുത്തര ശിവം സ്വയം പ്രകാശസ്വരൂപനായി ശുദ്ധജ്ഞാനരൂപനായി അറിയപ്പെടുന്നതാണ്, അടയാളപ്പെടുത്തുന്നതാണ് ആദ്യത്തെ ശിവതത്വം. ആ ശിവത്തിൻ്റെ സത് ചിത്ത് ആനന്ദം എന്ന അഖണ്ഡമായ സ്വാതന്ത്ര്യത്തെ ഉണർത്തുന്ന വിമർശാംശമാണ്, അഥവാ വിമർശാംശമായി അടയാളപ്പെടുത്തുന്നതാണ് രണ്ടാമത്തെ ശക്തിതത്വം. ശിവതത്വവും ശക്തിതത്വവും ഒരുമിച്ചുള്ള ആവിർഭാവമായതുകൊണ്ട് ശിവശക്തികൾ തമ്മിൽ ഭേദമില്ല എന്നത് ഓർക്കണം. എങ്ങനെയാണ് ഈ അഭേദം അറിയപ്പെടുന്നത് എന്നത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയതാണ്. അതൊന്നുകൂടി ആവർത്തിക്കാം. തത്വാതീത സദ്വസ്തുവായ അനുത്തര ശിവം സ്വയം പ്രകാശസ്വരൂപനായും ശുദ്ധജ്ഞാന സ്വരൂപനായും ഉള്ളതായി അറിയപ്പെടുമ്പോൾ ശിവതത്വം എന്നും, ശിവതത്വത്തിൽ അറിയപ്പെടുന്ന സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന അതിരില്ലാത്ത സ്വാതന്ത്ര്യത്തെ ശക്തിതത്വം എന്നും, ഒരേ അനുത്തര പരവസ്തുവിനെ വ്യാവഹാരിക ദശയിലുള്ള അപരജ്ഞാനത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങളുടെ ദൃഷ്ടികോണിൽ കൂടി വീക്ഷിക്കുമ്പോൾ നമ്മൾ രണ്ട് തത്വങ്ങളായി, ശിവശക്തി തത്വങ്ങളായി അടയാളപ്പെടുത്തുന്നു എന്ന് മാത്രം. ശൈവശാക്ത തന്ത്രങ്ങളുടെ ഏറ്റവും മൗലികമായുള്ള ഒരു തത്വമാണ് ശിവശക്തികൾ തമ്മിലുള്ള ഈ അഭേദാവസ്ഥ. ഇതിനുള്ള പേരാണ് സാമരസ്യം. ശിവശക്തി സാമരസ്യം എന്ന സംജ്ഞ. അഭിന്ന ചിദ്ഘന സ്വരൂപനാണ് ശ്രീ പരമേശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ചിദ്ഘനം ആണ് ആ ശിവത്തെ തിരിച്ചറിയാനുള്ള സ്പന്ദരൂപത്തിലുള്ള വിമർശശക്തി. അതായത് ശക്തി എന്ന് പറയുന്നത് ആ പരമേശ്വരത്വത്തെ,
അഥവാ പരമേശ്വരതയെ ആണ്. സ്വാത്മവിശ്രാന്തിയിൽ ലയിച്ചിരിക്കുന്ന സ്വതന്ത്ര സംവിത് സ്വഭാവ ശിവത്തില് ശക്തിയുടെ, അതായത് ആ ചിദംശത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന ഒരു ഉച്ഛലനം എന്ന് വെച്ചാൽ ഒരു സ്പന്ദനം കാരണം അതിരില്ലാത്ത ആനന്ദം ഉണ്ടാകുന്നു. ഈ ആനന്ദശക്തി ശ്രീ പരമേശ്വരന് ജഗത് സൃഷ്ടിക്കുള്ള പ്രേരണ നൽകുന്നു. ആ പ്രേരണ ഇച്ഛാരൂപത്തിൽ കാമമായി, ഇച്ഛാശക്തിയായി അറിയപ്പെടുന്നതാണ് മൂന്നാമത്തെ സദാശിവ തത്വം. ഇതിന് സാദാഖ്യ തത്വം എന്നും മറ്റൊരു പേരുമുണ്ട്. സദ് ഇതി സാദാഖ്യം. ശിവശക്തികളുടെ ശുദ്ധമായ സത്ത ഇച്ഛാരൂപത്തിൽ സ്ഫുരിക്കുന്നത് കൊണ്ട് ഇച്ഛാശക്തി സ്വരൂപമായിട്ടുള്ളതാണ് ഈ സദാശിവ തത്വം. ഈ കാമം അഥവാ ഇച്ഛാശക്തി സ്വയം പ്രകാശ സ്വരൂപനായ ശിവത്തില് അഹം എന്ന ബോധം ഉണ്ടാക്കുന്നു. ഇതിന് പൂർണാഹന്ത അല്ലെങ്കിൽ പരാഹന്ത എന്നാണ് പേര്. ഈ അഹം ബോധം സൃഷ്ടിക്ക് വേണ്ട ജ്ഞാനമായി, ജ്ഞാനശക്തിയായി മാറുമ്പോൾ അത് നാലാമത്തെ ഈശ്വരതത്വം എന്ന് പറയപ്പെടുന്നു. ബഹിർ ഉന്മേഷം, അതായത് ബാഹ്യമായി വികസിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ ജ്ഞാനശക്തി. തുടക്കത്തില് ശിവതത്വത്തിന്റെ ആവിർഭാവത്തില് ബുഭുക്ഷയായി ഉള്ളതായി ഇരിക്കുന്ന ഭൂക്രിയ, അതായത് സദ് എന്ന സ്ഥിതി ചെയ്യുന്നതായ അവസ്ഥ കർത്തൃത്വമായി, ക്രിയാശക്തി അനുരൂപമായി ഇരുന്നത് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ. അടുത്ത, അതായത് അഞ്ചാമത്തെ ശുദ്ധവിദ്യാ തത്വത്തില് ഈ ക്രിയാശക്തി പ്രപഞ്ച സൃഷ്ടിക്കുള്ള രൂപകൽപ്പനയായി രൂപം കൊള്ളുന്നു. വിശ്വപദാർത്ഥ അവഭാസ ലക്ഷണമാണ് ഈ ക്രിയാശക്തി. അതുതന്നെയാണ് അഞ്ചാമത്തെ ശുദ്ധവിദ്യാ തത്വം. അതായത് ഇത് ശ്രദ്ധിക്കണം, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്നതാണ് എന്ന് നിർണയിക്കാൻ കഴിയാത്ത പരവസ്തുവിനെ ലൗകിക ദശയുടെ വീക്ഷണത്തിൽ സദ്ഭാവത്തോടു കൂടിയതായി, അതായത് ഉള്ളതായ വസ്തുവായി തിരിച്ചറിയലാണ് ശിവതത്വം. ആ ശിവത്തിൽ അന്തർലീനമായിരിക്കുന്ന ചിത് ഘനത്തെ അതിരില്ലാത്ത സ്വാതന്ത്ര്യവും പരമമായ സച്ചിദാനന്ദ ബോധത്തിന്റെ സാന്ദ്രതയുമായി തിരിച്ചറിയുമ്പോൾ ശക്തിതത്വം ഉടലെടുക്കുന്നു. ഈ ശിവശക്തികളിൽ ക്രമേണ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും പ്രകടമാകുമ്പോൾ സദാശിവതത്വം, ഈശ്വരതത്വം, ശുദ്ധവിദ്യാതത്വം എന്നീ തത്വങ്ങളായി അറിയപ്പെടുന്നു. ഈ ആദ്യത്തെ 5 തത്വങ്ങളും ശിവതത്വത്തിന്റെ തന്നെ പല വശങ്ങളായതുകൊണ്ട് ഈ 5ഉം ശുദ്ധതത്വം അല്ലെങ്കിൽ ശുദ്ധ അധ്വ എന്ന് അറിയപ്പെടുന്നു. അധ്വ എന്ന് പറഞ്ഞാൽ മാർഗം, വഴി. പിന്നീടുണ്ടാകുന്ന തത്വവികാസങ്ങളൊക്കെ അശുദ്ധ സൃഷ്ടി അഥവാ അശുദ്ധ അധ്വ എന്ന് അറിയപ്പെടുന്നവയാണ്. ശിവതത്വം, ശക്തിതത്വം, സദാശിവതത്വം, ഈശ്വരതത്വം, ശുദ്ധവിദ്യാതത്വം എന്നീ ആദ്യത്തെ 5 ശുദ്ധ തത്വങ്ങൾക്ക് ശേഷം അടുത്തതായി വരുന്നത് മായാതത്വം ആണ്. മായയുടെ സൃഷ്ടിയോടെയാണ് പ്രപഞ്ചം എന്ന പദാർത്ഥത്തിന്റെ വേറിട്ട രൂപവും ഭാവവും ഉണ്ടാവാൻ തുടങ്ങുന്നത്. മായയുടെ 5 കഞ്ചുകങ്ങളാണ് അടുത്ത 5 തത്വങ്ങളും. കഞ്ചുകം എന്ന് വെച്ചാൽ മൂടി മറയ്ക്കുന്ന പുതപ്പ് എന്നർത്ഥം. കോശം അല്ലെങ്കിൽ ആവരണം എന്നും പറയാം. പാരമാർത്ഥികമായിട്ടുള്ള ശുദ്ധ അധ്വാവിനെ ഒരു ആവരണമിട്ട് മറച്ച് പ്രപഞ്ച സൃഷ്ടിയെ മാറ്റി നിർത്തുന്നു മായയും മായയുടെ 5 കഞ്ചുകങ്ങളും. കല, വിദ്യ, രാഗം, കാലം, നിയതി എന്നിവയാണ് മായയുടെ 5 കഞ്ചുകങ്ങൾ. 7 മുതൽ 11 വരെയുള്ള തത്വങ്ങൾ. കലാ തസ്യ കിഞ്ചിത് കർത്തൃത്വഹേതുഃ, വിദ്യാ കിഞ്ചിജ്ഞാതൃത്വ കാരണം, രാഗോ വിഷയേഷു അഭിഷ്വംഗഃ, കാലോ ഭാവാഭാവാനാം ഭാസനാഭാസനക്രമഃ, നിയതി മമ ഇദം ന മമ ഇദം ഇത്യാദി നിയമഹേതുഃ. അതായത് കല എന്നത് അതിരില്ലാത്ത ശക്തിയെ പ്രപഞ്ചദശയിൽ ജീവികൾക്ക് ചുരുങ്ങിയ അളവിൽ മാത്രം പ്രാപ്തമാക്കുന്നത്. അത് 7ാമത്തെ തത്വം. അതുപോലെ തന്നെ അഖണ്ഡമായ ജ്ഞാനത്തെ ഭൗതിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന
വ്യാവഹാരിക ജ്ഞാനമായി അപരവിദ്യ എന്ന് പറയുന്ന പ്രപഞ്ച സംബന്ധമായ ചുരുങ്ങിയ അറിവായി മാറ്റുന്നതാണ് എട്ടാമത്തെ വിദ്യാതത്വം. ജീവിതത്തിനോടുള്ള ആസക്തി ജീവികളിൽ സൃഷ്ടിക്കുന്നതാണ് ഒൻപതാമത്തെ രാഗതത്വം. അതുതന്നെയാണ് കർമ്മത്തിനോടുള്ള ആസക്തിക്കും അതുവഴി ജനന മരണ ശൃംഖലയ്ക്കും കാരണമാവുന്നത്. കാലമാണ് പത്താമത്തെ തത്വം. ഈ വ്യാവഹാരികമായ ഭൗതിക ദശയിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന കാലവും ദേശവും. ആ ഒരു ഘടകം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതാണ് അടുത്ത തത്വമായ കാലതത്വം. കാലത്തിൽ ദേശവും അടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ദേശം പ്രത്യേകം ഒരു തത്വമായി പറഞ്ഞിട്ടില്ല. അടുത്ത 11ാമത്തെ തത്വമാണ് നിയതി. ഈ പ്രപഞ്ചഘടനയെ നിർണയിക്കുന്ന ഒട്ടനവധി നിയതികൾ, ത്രിപുടി, ദ്വന്ദ്വവൈരുദ്ധ്യം, സംഖ്യകളുടെ നിവേശനം എന്നിങ്ങനെയുള്ള നിരവധി പ്രാപഞ്ചിക നിയമങ്ങൾ, അതുപോലെ തന്നെ ഓരോ ജീവന്മാരിലുമുള്ള പ്രത്യേക വിധി നിയോഗം, നമ്മൾ സാധാരണ പറയുന്ന തലയെഴുത്ത്, അതുതന്നെയാണ് ഓരോ വ്യക്തിയെയും വ്യത്യസ്ത ജീവിയാക്കുന്നത്. ഇതോടുകൂടി വ്യാവഹാരിക ദശ, കോസ്മിക് ഡയമെൻഷൻ എന്നത് ഏതാണ്ട് പൂർണ്ണമാകുന്നു. അതിന് പ്രധാന കാരണം മായയും അതിൻ്റെ 5 കഞ്ചുകങ്ങളും തന്നെയാണ് എന്നത് മനസ്സിലാക്കാവുന്നതാണ്. അതോടെ അമിത ശക്തിയോടുകൂടിയ ശിവാംശം പരിമിത ശക്തിയോടുകൂടിയ പുരുഷൻ ആകുന്നു. എന്ന് വെച്ചാൽ പരമാത്മാവ് ദേഹധാരിയായ കൂടസ്ഥ ചൈതന്യം എന്ന് പറയുന്ന ജീവാത്മാവായി രൂപം കൊള്ളുന്നു. അതാണ് 12ാമത്തെ പുരുഷതത്വം. ആരാണ് കൂടസ്ഥൻ? അവിദ്യാദി അനേക സംസാര ബീജം അന്തർദോഷവത്ത് മായാ വ്യാകൃതാദി ശബ്ദവാച്യതയാ ഇത്യാദൗ പ്രസിദ്ധം യത് തത് കൂടം തസ്മിൻ കൂടേ സ്ഥിതം കൂടസ്ഥം തദധ്യക്ഷതയാ. അതായത് മായ, അവ്യാകൃതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അവിദ്യ മുതലായ അനവധി സംസാര ബീജങ്ങൾ ആന്തരിക ദോഷങ്ങളായി നിറഞ്ഞിരിക്കുന്നതാണ് കൂടം. ആ കൂടത്തിന്റെ അധ്യക്ഷനായി അതിലിരിക്കുന്ന ജീവാത്മാവാണ് കൂടസ്ഥൻ എന്ന് അറിയപ്പെടുന്നത്. യേഷ വിശ്വനാടക ശൈലൂഷ ശുദ്ധ സംവിച്ഛംഭു വർണ്ണക പരിഗ്രഹമയീ തസ്യ ദശ കാപി പുരുഷോ ഭവതി. ശുദ്ധസംവിത് സ്വരൂപനായ ശംഭു എന്ന് വെച്ചാൽ പരാസംവിത് സ്വരൂപ വിമർശശക്തിയോടുകൂടിയുള്ള ശ്രീ പരമേശ്വരൻ പ്രപഞ്ച സൃഷ്ടിയാകുന്ന വർണ്ണാഭമായ പകിട്ടുള്ള നാടകത്തില് സ്വയം സ്വീകരിക്കുന്ന കഥാപാത്രമാണ്, വേഷമാണ് പുരുഷൻ എന്ന കൂടസ്ഥനായ ജീവാത്മാവ്. മായാകലാരാഗവിദ്യേ കാലോ നിയതിരേവച കഞ്ചുകാനി ഷട്കാനി സംവിതസ്ഥിതൗ പശു. കല, രാഗം, വിദ്യ, കാലം, നിയതി എന്നീ 5 മാത്രമല്ല, മായയും ചേർത്ത് 6 തന്നെ കഞ്ചുകങ്ങളാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. കാരണം അവ ശിവഭാവമാകുന്ന പ്രജ്ഞയെ ആവരണം ചെയ്ത് മുഴുവനുമായി മൂടി മറച്ച് ബന്ധിതമായ പശുഭാവത്തിലേക്ക് ചുരുക്കുന്നു. മായയുടെയും മായാ കഞ്ചുകങ്ങളുടെയും സ്വാധീനത്താൽ ജ്ഞാനമലിനീകരണം സംഭവിച്ച പുരുഷൻ, അതായത് ആത്മൻ, പശുഭാവം പ്രാപിക്കുന്നു. എന്താണ് പശുഭാവം എന്ന് വെച്ചാൽ? അണുത്വാദി പാശയോഗാത്ത് പശുഹു. അണുത്വം, അതായത് ആണവമലം മുതലായ 3 മലങ്ങളുടെ കാരണത്താൽ പാശങ്ങളോട് കൂടിയതുകൊണ്ട്, കെട്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പശു എന്നറിയപ്പെടുന്നു. ജീവനെ സംബന്ധിക്കുന്നവയാണ് ആണവം, മായീയം, കാർമ്മം എന്ന 3 മലങ്ങൾ. മലിനീകരിക്കുന്നത് കൊണ്ട് മലം. ശ്രീ പരമേശ്വരൻ ഈ 3 മലങ്ങളെയും സ്വയം സ്വീകരിച്ച് ജീവഭാവം കൈക്കൊള്ളുന്നു. എന്താണ് ഈ 3 മലങ്ങൾ എന്നത് ചുരുക്കമായി പറയാം. പൂർണ്ണ അഹന്താ സ്വരൂപനാണ് താൻ എന്ന ബോധം നഷ്ടപ്പെടുത്തി സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള വേറിട്ട ഒരു വ്യക്തിയാണ് താൻ എന്ന ബോധം വരുത്തി തീർത്തതാണ് ആണവമലം. അതായത് ഏകരസമായ അഖണ്ഡ ബോധത്തിൽ നിന്നും നാനാവിധമായ അണുത്വബോധം വരുത്തിവെച്ചതുകൊണ്ട് ആണവമലം. പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥത്തെയും വിഷയത്തെയും ഓരോ രീതിയിൽ വേറിട്ട് കാണുന്ന
വേറിട്ട് മനസ്സിലാക്കുന്ന വ്യത്യസ്ത വ്യക്തിത്വമുള്ള പ്രമാതാക്കളാണ് നമ്മളൊക്കെ. സർവവ്യാപകത്വം, പരിപൂർണത്വം, ചിദാനന്ദം മുതലായ തൻ്റെ യഥാർത്ഥ സ്വരൂപഭാവം നഷ്ടപ്പെട്ട് ഓരോ ജീവനും അണുക്കളെപ്പോലെ വേറെ വേറെ അംശങ്ങളായി തീർന്നത് ഈ ആണവമലം കാരണമാണ്. അടുത്തത് മായീയ മലം അഥവാ മായിക മലം. ശ്രീ പരമേശ്വരന്റെ തിരോധാന ശക്തിയുടെ കാരണത്താൽ മനസ്സിൻ്റെയും പഞ്ച ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണത്തിന് ആത്മാവ് വശംവദനായി തീർന്നതാണ് മായ എന്ന് പറയപ്പെടുന്ന മായീയ മലം. ചൈതന്യം മറയ്ക്കപ്പെടുകയും പ്രകൃതി നിയമങ്ങൾക്ക് അധീനമാവുകയും സംഭവിച്ചത് ഈ മായാമലത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. മൂന്നാമത്തേത് കാർമ്മമലം അഥവാ കാർമ്മിക മലം. സ്വയം പ്രവർത്തിക്കുന്ന കർമ്മങ്ങളാൽ സംസ്കാരങ്ങളും വാസനയും ലഭിച്ച് കർമ്മഫലം ഭുജിക്കാനായി വീണ്ടും വീണ്ടും ജനനമരണ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് കാർമ്മമലം. ആണവം, മായീയം, കാർമ്മം എന്നിങ്ങനെയാണ് ത്രിമലങ്ങളും സ്വാധീനിക്കുന്നത്. ചൈതന്യസ്വരൂപനായ ശ്രീ പരമേശ്വരൻ തൻ്റെ അളവില്ലാത്ത അതിരില്ലാത്ത സ്വാതന്ത്ര്യം കാരണം ഇടതടവില്ലാത്ത തൻ്റെ വിഭൂതികളെ മറച്ചുവെച്ചുകൊണ്ട്, തൻ്റെ അഭേദവ്യാപ്തിയെ മറച്ചുവെച്ചുകൊണ്ട് സങ്കുചിതമായ ഭേദവ്യാപ്തിയെ സ്വയം സ്വീകരിക്കുന്നു. ഭഗവാന്റെ ഇച്ഛ, ജ്ഞാനം, ക്രിയ മുതലായ ശക്തികൾ ചുരുങ്ങി പരിമിതമായി ജീവാത്മാവായി സംസാരത്തിൽ ഉഴലാൻ സന്നദ്ധനായ സംസാരിയായി മാറുന്നു. ശിവനും ജീവനും ഭേദമില്ല എന്നതാണ് ശിവാദ്വൈതത്തിൻ്റെ, കാശ്മീര ശൈവ സിദ്ധാന്തത്തിൻ്റെ സവിശേഷമായ അദ്വൈത ഭാവം. ശ്രീ പരമേശ്വരൻ്റെ വിപുലമായ ഇച്ഛാശക്തി ചുരുങ്ങി ആണവമലമാകുന്നു. അഖണ്ഡമായ ജ്ഞാനശക്തി മായയുടെ അവയവങ്ങളായ അന്ധക്കരണം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ മുതലായ ഉപാധികളാൽ ഭേദജ്ഞാനം സൃഷ്ടിക്കുന്ന മായീയ മലമാകുന്നു. പ്രപഞ്ച സൃഷ്ടി മുതലായ അസാധ്യമായ ക്രിയകൾ നിർവഹിക്കുന്ന ഭഗവാന്റെ ക്രിയാശക്തി കർമ്മേന്ദ്രിയങ്ങളിൽ കൂടി ചെറിയ കർത്തവ്യങ്ങൾ മാത്രം നിർവഹിക്കാൻ കഴിയുന്ന കാർമ്മമലമായി തീരുന്നു. സർവകർത്തൃത്വം, സർവജ്ഞത്വം, പൂർണ്ണത്വം, നിത്യത്വം, വ്യാപകത്വം മുതലായ ഭഗവാന്റെ ശക്തികൾ കല, വിദ്യ, രാഗം, കാലം, നിയതി മുതലായ തത്വങ്ങളായി ചുരുങ്ങുന്നു. മായാഭൂമിപതിതഃ തദയേവ അസ്വതന്ത്രഃ സംവിത് രൂപത്വേയപി അപൂർണത്വാത് ഭോഗലാലസ ആക്രാന്തോ യതോ അനവരതം പൂർണ്ണത്വം കാമ്യതി. എന്ന് വെച്ചാൽ, ഇങ്ങനെ മായയിൽ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സ്വാതന്ത്ര്യമില്ലാത്തവനും ചൈതന്യസ്വരൂപനാണെങ്കിലും പൂർണ്ണത്വമില്ലാത്തത് കൊണ്ട് ഭോഗങ്ങളിൽ ആസക്തിയോടുകൂടിയവനുമാണ് ജീവാത്മാവായ പുരുഷൻ. യതോ അനവരതം പൂർണ്ണത്വം കാമ്യതി, എങ്കിലും സദാ പൂർണ്ണത്വം ആഗ്രഹിക്കുന്നവനുമാണ്. ഇതുമാത്രമല്ല, ഗുണാതീതനായ ഭഗവാൻ ഗുണങ്ങൾക്കും അധീനനാവുന്നു. ശാന്തേ ശാന്ത ഇവായം ഹൃഷ്ടേ ഹൃഷ്ടോ വിമോഹതി മൂഢഃ തത്വഗണേ സതി ഭഗവാൻ ന പുനഃ പരമാർത്ഥതഃ സ തഥാ. ഗുണങ്ങൾക്ക് അനുസൃതമായി തന്നെ മാറ്റിക്കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും കൂടി ജീവസ്വരൂപത്തിൽ മായ മുതലായ കഞ്ചുകങ്ങളെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ സത്വഗുണം കൂടുമ്പോൾ ശാന്തനായും, രജോ ഗുണം കൂടുമ്പോൾ അതിയായി ആഹ്ലാദിക്കുന്നവനായും, തമോ ഗുണത്തിൻ്റെ ആധിക്യത്തിൽ വ്യാമോഹിതനായും പല രീതിയിൽ ബോധസ്വഭാവത്തിൽ മാറ്റം സംഭവിച്ചവനായി കാണപ്പെടുന്നു. മായയുടെ ആധിക്യം കാരണം ചിദംശം രണ്ടായി, ഒന്ന് വ്യക്തിനിഷ്ഠമായ പുരുഷനും മറ്റത് വസ്തുനിഷ്ഠമായ പ്രകൃതിയുമാകുന്നു. ഇംഗ്ലീഷിൽ പറയുന്ന സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് എന്ന് രണ്ട് വശങ്ങൾ. അതാണ് 13ാമത്തെ പ്രകൃതി തത്വം. പുരുഷനും പ്രകൃതിയും കൂടിയുള്ളതാണ് ലോകവ്യവഹാരത്തിന് വേണ്ട പ്രാപഞ്ചിക ദശ, എർത്തിലി ഡയമെൻഷൻ എന്ന് പറയുന്നത്. 14, 15, 16ാമത്തെ തത്വങ്ങളായ ബുദ്ധി, അഹങ്കാരം, മനസ്സ് എന്നീ മൂന്നും വ്യക്തിനിഷ്ഠമായ അല്ലെങ്കിൽ ആത്മനിഷ്ഠമായ പുരുഷനിൽ ചിത് പ്രവൃത്തിക്ക് വേണ്ട ഉപകരണങ്ങളാണ്. ബുദ്ധ്യഹങ്കൃൻ മനഃ പ്രാഹുർ ബോധസംരംഭണൈഷണൗ കരണം ബാഹ്യദേവൈർ എന്നൈവാപ്യന്തർമുഖൈഃ കൃതം. ശബ്ദം മുതലായ വിഷയങ്ങളെ അറിയുന്ന ബോധമാണ് ബുദ്ധി. ഞാൻ എന്ന ആത്മബോധമാണ് അഹങ്കാരം അഥവാ ഈഗോ.
ആഗ്രഹിക്കുക മുതലായ സങ്കല്പങ്ങളോട് കൂടിയതാണ് മനസ്സ്. ബാഹ്യകരണങ്ങളായ ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളെ ഗ്രഹിച്ച് ഉള്ളിൽ പ്രവർത്തിക്കുന്നവയായതുകൊണ്ട് ഈ മൂന്നും അന്ധഃകരണങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഈ അന്ധഃകരണങ്ങളുടെ വിഷയഗ്രഹണത്തിന് സഹായിക്കുന്ന ശരീരത്തിലെ ബാഹ്യകരണങ്ങളായ 5 ഇന്ദ്രിയങ്ങളാണ് 17 മുതൽ 21 വരെയുള്ള തത്വങ്ങൾ. കേൾക്കാൻ ചെവി, സ്പർശമറിയാൻ ത്വക്ക്, കാണാൻ കണ്ണുകൾ, രുചി അറിയാൻ നാവ്, ഘ്രാണനത്തിന് അതായത് ഗന്ധം അറിയാൻ മൂക്ക് എന്നീ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഗ്രഹിക്കാൻ സാധിക്കാത്തതായ പദാർത്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ക്രിയകൾക്ക് വേണ്ടിയുള്ളവയാണ് പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ. 22 മുതൽ 26 വരെയുള്ള തത്വങ്ങളായ വാക്ക്, പാണി, പാദ, പായു, ഉപസ്ഥം. സംസാരിക്കാനുള്ള വായ, പ്രവൃത്തി ചെയ്യാനുള്ള കൈകൾ, സഞ്ചരിക്കാൻ വേണ്ടിയുള്ള കാലുകൾ, വിസർജനം ചെയ്യാനുള്ള പായു അതായത് മലദ്വാരം, ഭോഗത്തിനും ഉൽപാദനക്രിയയ്ക്കുമുള്ള ഉപസ്ഥം അതായത് ജനനേന്ദ്രിയം. ഈ 5 ചെവി, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഗ്രഹിക്കുന്ന ഭൂതഗുണങ്ങളാണ് അടുത്ത 5 തത്വങ്ങൾ. 27 മുതൽ 31 വരെയുള്ള ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം എന്നീ പഞ്ചതന്മാത്രകൾ. ഇവ തന്നെയാണ് പഞ്ചഭൂതങ്ങളുടെയും ഗുണങ്ങൾ. ആ പഞ്ചഭൂതങ്ങളാണ് 32 മുതൽ 36 വരെയുള്ള ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന 5 തത്വങ്ങൾ. ശബ്ദം ആകാശത്തിൻ്റെയും, സ്പർശം വായുവിൻ്റെയും, രൂപം അഗ്നിയുടെയും, രസം ജലത്തിൻ്റെയും, ഗന്ധം ഭൂമിയുടെയും ഗുണങ്ങളാണ്. അപ്പോൾ ഈ രീതിയിലാണ് ശിവാദി ഭൂമി പര്യന്തമുള്ള ശിവതത്വം മുതൽ ഭൂമിതത്വം വരെയുള്ള 36 തത്വങ്ങൾ. ഈ ആകാശാദി ഭൂതങ്ങളും അവയുടെ ചേർച്ച കൊണ്ടുണ്ടായ ശരീരാദി ഭൗതിക വസ്തുക്കളും അവയ്ക്കെല്ലാം കാരണമായ മായയും മായയുടെ കഞ്ചുകങ്ങളും എല്ലാം പ്രകാശാത്മകമായ ശിവാംശങ്ങളാണ്. എന്നാൽ അവയെല്ലാറ്റിനെയും ചലിപ്പിക്കുന്നത്, സജീവമാക്കി പ്രവർത്തിപ്പിക്കുന്നത് വിമർശാത്മകമായ ചിച്ഛക്തിയുമാണ്. ഇതാണ് സകല ആഗമ തന്ത്രശാസ്ത്രങ്ങളുടെയും അതിപ്രധാനമായിട്ടുള്ള സന്ദേശം. തൻ്റെ സ്വശക്തിയോടുകൂടിയ ശ്രീ പരമേശ്വരൻ വിശ്വാത്മകനും വിശ്വോത്തീർണനുമാണ്, അഥവാ വിശ്വമയനും വിശ്വാതീതനുമാണ്. വിശ്വമാകെ സകല രൂപങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയാണ് വിശ്വാത്മകത. അതേസമയം വിശ്വത്തിന് അതീതമായി, വിശ്വവുമായി ഒരു ബന്ധവുമില്ലാതെ വേറിട്ട് നിൽക്കുന്നതാണ് വിശ്വോത്തീർണത. ദേവഃ സർവാകൃതി നിരാകൃതി ജലതർപ്പണവത് തേന സർവം വ്യാപ്തം ചരാചരം എന്ന് വെച്ചാൽ, ജലത്തിലും കണ്ണാടിയിലും ഏതു വിധത്തിൽ സർവവും പ്രതിഫലിക്കുന്നുവോ അതുപോലെ സർവത്തിൻ്റെയും ആകൃതിയായി ചരാചരം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതും, എന്നാൽ നിരാകൃതിയായി വിശ്വോത്തീർണനായി വിശ്വത്തിന് അതീതമായി ഇരിക്കുന്നതും ശ്രീ പരമേശ്വരനാണ്. വിശ്വത്തിൻ്റെ സകല ചലനങ്ങൾക്കിടയിലും പ്രകമ്പനങ്ങൾക്കിടയിലും ഇളക്കമില്ലാത്ത ആ സ്ഥായി ഭാവം കൊണ്ടാണ് സ്ഥാണു എന്ന് ഭഗവാൻ അറിയപ്പെടുന്നത്. വീണ്ടും ആവർത്തിച്ച് പറയാണ്, ശൈവതന്ത്രങ്ങളിലെ സിദ്ധാന്ത പ്രകാരം ശ്രീ പരമേശ്വരൻ തന്നെയാണ് ചരാചര പ്രപഞ്ചമായും സകല ജീവജാലങ്ങളായും സ്വലീലയാൽ രൂപമെടുക്കുന്നത്. തൻ്റെ സ്വരൂപത്തെ മറയ്ക്കുക എന്ന ക്രീഡയാൽ പഞ്ചഭൂതാത്മക പ്രപഞ്ചമായും പാശബദ്ധരായ ജീവന്മാരായും സ്വയം മാറിയാലും പ്രാപഞ്ചിക ദശയുടെ ന്യൂനതകളാൽ, ദേശം കാലം മുതലായ പരിമിതികളാൽ ശ്രീ പരമേശ്വരൻ ബാധിക്കപ്പെടുന്നില്ല. പരമേശ്വരഃ സ്വരൂപാച്ഛാദന ക്രീഡയാ പശുഃ പുദ്ഗലോ അണുഃ സമ്പന്നഃ നച തസ്യ ദേശകാല സ്വരൂപ ഭേദ വിരോധഃ. എങ്ങനെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ നിന്നും നോക്കുന്നയാൾ വേറിട്ട് നിൽക്കുന്നുവോ അതുപോലെ വിശ്വത്തിന് അതീതമായിരിക്കുന്ന അവസ്ഥയാണ് വിശ്വോത്തീർണത. അങ്ങനെ ശ്രീ പരമേശ്വരൻ വിശ്വാത്മകനും വിശ്വോത്തീർണനുമാണ്. സകല ഭുവനങ്ങളുടെയും ഉദയം, സ്ഥിതി, ലയം, തിരോധാനം, അനുഗ്രഹം എന്നീ പഞ്ചകൃത്യമാകുന്ന ലീലാവിനോദത്തിൽ ഉദ്യുക്തനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ ആദ്യത്തെ പ്രഭാവമാണ് ഇതുവരെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയത്.
ലോകവത്തു ലീലാ കൈവല്യം എന്ന ബ്രഹ്മസൂത്രം, അതായത് പ്രപഞ്ച സൃഷ്ടി പരമാത്മന്റെ ഒരു ലീലയാണ്, കളിയാണ് എന്നത് ശങ്കരാദ്വൈതം അംഗീകരിക്കുന്നില്ല. ലീലാശബ്ദവും മിഥ്യാത്മകമാണ്. നചൈവം പരമാർത്ഥ വിഷയ സൃഷ്ടിശ്രുതി അവിദ്യാകൽപിത നാമരൂപ വ്യവഹാര ഗോചരത്വാത്ത്. അതായത് പാരമാർത്ഥിക സത്യവസ്തുവായ പരമാത്മാവിൻ്റെ കൃത്യങ്ങളാണ് സൃഷ്ടി മുതലായവ എന്ന് വേദം സ്ഥാപിക്കുന്നുണ്ടെങ്കിലും അവിദ്യയാൽ കൽപ്പിക്കപ്പെട്ടതും നാമരൂപങ്ങളെ ആശ്രയിച്ചതുമായ വ്യാവഹാരികമായ മിഥ്യയാണ് സൃഷ്ടി മുതലായവ എന്നാണ് തൻ്റെ ഭാഷ്യത്തിൽ ശ്രീ ശങ്കര ഭഗവത് പാദർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആഗമങ്ങളിൽ നിന്നും ഉരുക്കൊണ്ട ശിവാദ്വൈതത്തിൽ ലീല എന്നത് പരമാത്മന്റെ ബാഹ്യമായ സ്വസ്വരൂപ വികാസവും വീണ്ടും ഗോപനം ചെയ്യുന്നതും ആയ ക്രീഡയാണ്. ആപ്തകാമനാണെങ്കിലും ക്രീഡാകൗതുകിയായ സർവേശ്വരന്റെ നാടകമായിട്ടാണ് ശിവാദ്വൈതത്തിൽ സിദ്ധാന്തിച്ചിരിക്കുന്നത്. പ്രപഞ്ചവും സകല ജീവജാലങ്ങളും ശിവസ്വരൂപമായതുകൊണ്ട് സർവചിന്മയവാദം എന്നും ഈ ശിവാദ്വൈതം അറിയപ്പെടുന്നു. ഏഷ ദേവോ അനയാ ദേവ്യാ നിത്യം ക്രീഡാരസോത്സുകഃ വിചിത്രാൻ സൃഷ്ടിസംഹാരാൻ വിധത്തെ യുഗപത് വിഭുഃ. ക്രീഡയുടെ രസത്തിൽ സദാ ഉത്സാഹത്തോടുകൂടിയ സർവവ്യാപിയായ ശ്രീ പരമേശ്വരൻ തൻ്റെ ശക്തിയോടുകൂടി വിചിത്രവും വൈവിധ്യവുമാർന്ന സൃഷ്ടി സംഹാരങ്ങളെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അർത്ഥം. ഇനി ഈ ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ള മറ്റ് ശിവപ്രഭാവങ്ങളെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.